ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു മസാല പൂരിയാണ്. ഈ പൂരി കഴിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും തന്നെ ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്ത് തന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കണം. എന്നാൽ പിന്നെ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഉപ്പും കൂടെ ചേർത്താണ് ഞാൻ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് ഇത് നന്നായിട്ട് നമ്മുടെ മാവിൽ മിക്സായി കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി 1 ടീസ്പൂൺ എള്ളാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുഞ്ഞു ജീരകമാണ് ചേർക്കുന്നത്. അതിനുശേഷം നമ്മളിതിലേക്ക് അയമോദകമാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മാത്രമാണ് ചേർക്കുന്നത്. ഒരുപാട് കൂടിപ്പോയാൽ ഇതിന് ഒരു കുത്തലുണ്ടാകും. അപ്പോൾ 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ പൂരി കുറച്ച് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് റവ ചേർക്കുന്നത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഉരുളക്കിഴങ്ങൊക്കെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ മിക്സായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് പൂരിയുടെ പരുവത്തിന് കുഴച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ്. അതിനുശേഷം ഇതിന് എത്ര വെള്ളം യൂസ് ചെയ്തതെന്ന് ഞാൻ പറയാം കേട്ടോ. ആദ്യം തന്നെ നമ്മളെല്ലാം ഒരുമിച്ചങ്ങ് ചേർത്ത് കൊടുത്താൽ ചിലപ്പം വെള്ളം കൂടി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് നല്ല രീതിയിൽ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ആകെ 3/4 കപ്പ് വെള്ളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത്രയും വെള്ളം നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ല രീതിയിലൊന്ന് കുഴച്ച് മയമാക്കി എടുക്കണം. ഞാൻ 5 മിനിറ്റ് നേരം നല്ല രീതിയിൽ ഇത് കുഴച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് കുറച്ച് സമയങ്ങൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. അപ്പം നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിത് നല്ല രീതിയിൽ കുഴച്ച് നല്ലൊരു റൗണ്ട് ഷേപ്പാക്കി എടുക്കണം. ദാ ഇതുപോലെ ഇപ്പം നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മതിയാകും. ഇനി ഇതെല്ലാം നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പോവാണ്. ഞാൻ 1/2 മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഞാൻ ഇതുപോലെ കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓയിൽ ഒഴിച്ചൊരു പാത്രത്തിലേക്കാണ് നമ്മളിത് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ പൂരി പ്രസ്സിലാണ് ഇത് പ്രസ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് നോർമൽ രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. പൂരി പ്രസ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് പൂരി നമുക്ക് പ്രസ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പൂരി പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നോർമലി നമ്മൾ പൂരിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയിട്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിലെ പാത്രം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയാകും. ഇപ്പം ഞാനിത് ഒരു തവണ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ്. കുറച്ചും കൂടെ ഒന്ന് വലുതായി കിട്ടാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പൂരി നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുത്താൽ മാത്രം മതിയാകും. കറക്റ്റ് ഷേപ്പിലായി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല രീതിയിൽ ചൂടായി വന്നതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇപ്പോൾ കറക്റ്റ് ചൂടായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൂരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാടങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ചങ്ങ് കൊടുക്കരുത്. കാരണം വേഗം തന്നെ അങ്ങ് അടിവശം കരിഞ്ഞു പോകും. എന്നാൽ തീരെ തീ കുറച്ച് വിടരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൂരി പൊങ്ങി കിട്ടത്തില്ല. അപ്പം കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇതുപോലെ നല്ല രീതിയിൽ നമ്മുടെ പൂരി പൊങ്ങി വരും. ഇപ്പം നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം.
നമ്മുടെ ഈ പൂരി കഴിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും തന്നെ ആവശ്യമില്ല. അയമോദമൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല സ്പെഷ്യൽ ഫ്ലേവറും സൂപ്പർ ടേസ്റ്റുമാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ മറക്കാതെ അറിയിക്കണം. ഇന്നത്തെ നമ്മുടെ ഈ പൂരി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.